പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് അടിയന്തരാവസ്ഥക്കാലത്ത് പീഡനം ഏറ്റുവാങ്ങിയവർക്ക് പെൻഷൻ നൽകണമെന്നതും സ്വാതന്ത്ര്യ സമര സേനാനികളായി അംഗീകരിക്കണം എന്നതും. എന്നാൽ സർക്കാർ ഇതിൽ മുഖം തിരിച്ചു നിൽക്കുകയാണ്. തൃശ്ശൂരിലെ PC ഉണ്ണിച്ചക്കനെ പോലെ അടിയന്തരാവസ്ഥയുടെ നോവുപേറി ഇന്നും പോരാട്ടം തുടരുന്ന ആളുകൾ നിരവധിയുണ്ട് നമുക്കിടയിൽ. അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടം കൊടുമ്പിരിക്കൊണ്ട കാലം. എങ്ങും സമരകാഹളം. 6 മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ് ഇരിങ്ങാലക്കുടയിലെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയതായിരുന്നു CPIML പ്രവർത്തകനായ PC ഉണ്ണിച്ചക്കൻ. അറസ്റ്റ് ചെയ്യപ്പെടാത്ത സഖാക്കളെ കാണുന്നതിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേര്, ഞാനും വേറൊരു സഖാവ് കൂടി എൻ്റെ നാട്ടിലേക്ക് ഞാൻ വന്നു. ഞാൻ എൻ്റെ വീട്ടിൽ വന്നു, ഭക്ഷണം കഴിച്ചു. 6 മാസം കഴിഞ്ഞിരുന്നു അമ്മയും അവരെയൊക്കെ കണ്ട്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വീടുകളിൽ വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ റോഡ്, അവിടെയാണ് പോലീസ് വാഹനങ്ങളുടെ ഒരു വലിയ വ്യൂഹം വന്ന് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ബോംബുണ്ടായിരുന്നു. അത് ഒന്നും ചെയ്യാൻ പറ്റുന്നൊരു സ്ഥിതിയല്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും നേരെ ഇങ്ങ് ഓടിയിട്ട് ഞാൻ ഒരെണ്ണം എടുത്തിങ്ങനെ എറിഞ്ഞു. അവരൊരു 100-100 ചെല്ലാനും പോലീസുകാരുണ്ടായിരുന്നു. രണ്ടാമത് ഞാനൊന്നിങ്ങനെ എടുത്തപ്പോൾ കാല് മണ്ണി തട്ടിയിട്ട് ഇങ്ങനെ വീണു, ഇങ്ങനെ വന്നു. അപ്പോൾ ഈ കൈയൊക്കെ 5-8 കഷ്ണമാണ്. ആ സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവർ കൊല്ലും എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു വലിയ കനാലുണ്ടായിരുന്നു. ഞാൻ ആ കനാലിലേക്ക് എടുത്ത് ചാടി. മുറിഞ്ഞ കൈപ്പത്തിയുമായി നടന്നകലുമ്പോൾ ഇടയ്ക്കൊക്കെ തളർന്നു വീണു. മനക്കരുത്തുകൊണ്ട് എഴുന്നേറ്റ് വീണ്ടും നടന്നു. ഒടുവിൽ അഭയം ലഭിച്ചു എന്ന് കരുതുന്നതിനിടെ വീണ്ടും പോലീസ് പിടിയിൽ. അപ്പോൾ നടവരമ്പത്തൊരു സഖാവിൻ്റെ വീട്ടിലായിരുന്നു കിടന്നത്. പക്ഷെ ഒരു 1-1.5 ആവാറായപ്പോഴേക്കും ആ വീട് മാത്രമെന്ന് പോലീസ് വളഞ്ഞു. ഇല്ല, അവിടെ നിന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ആരാന്നപ്പോൾ പോലീസിന് അറിയില്ല. ഇന്നത്തെ നമ്മുടെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ആ കയറ്റം കയറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആരാണെന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മളെ ജില്ലാ ആശുപത്രിയിലായിരുന്നു. ബോംബ് പൊട്ടിത്തെറിച്ച് ഒരു കൈപ്പത്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അതിന്റെ മറവിൽ ചെറിയ പരുക്കേറ്റ ഇടത്തെ കൈപ്പത്തിയും മുറിച്ചുമാറ്റാൻ പോലീസിന്റെ നീക്കം. എന്നാൽ ഡോക്ടറുടെ മനസ്സ് പോലീസിനൊപ്പം നിന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ, ആ ഡോക്ടറെ പിന്നീട് ഞാൻ ഒരുപാട് അന്വേഷിച്ചിരുന്നു. ഒന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒന്ന് കണ്ടുമുട്ടാൻ. കാരണം അദ്ദേഹത്തിൻ്റെ സംഭാവനയാണിത്, ഈ കൈ. കാരണം ഇതും കൂടി മുറിച്ച് കളയാൻ ആവശ്യപ്പെട്ടപ്പോൾ അയാൾ ചെയ്തില്ല. അതിൻ്റെ പേരിൽ അയാൾക്ക് ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്ന് പിന്നീട് നമ്മൾ കേട്ടതാണ്. പിന്നീട് തൃശ്ശൂരിലെ ക്യാമ്പിലെത്തിച്ച് ക്രൂരമായ മർദ്ദനങ്ങൾ, ആഴ്ചകൾ നീണ്ട പീഡനം ഓർത്തെടുക്കുകയാണ് ഉണ്ണിച്ചക്കൻ. അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടതു മുതൽ പീഡനമേറ്റുവാങ്ങിയവർക്ക് പെൻഷൻ നൽകണമെന്നും സ്വാതന്ത്ര്യ സമര സേനാനികളായി അംഗീകരിക്കണമെന്നും ആവശ്യമുയർന്നു. പക്ഷേ ഒന്നും നടപ്പായില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചാബ് സർക്കാർ അടിയന്തരാവസ്ഥക്കാരെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് അംഗീകരിക്കുന്ന നിലപാടുണ്ടായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ അങ്ങനത്തെ ഒരു നിലപാട് വരികയും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരള അസംബ്ലിയിൽ ചോദ്യം വന്നപ്പോൾ അന്ന് VS മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു കണക്കെടുപ്പ് നടത്തി. ജയിലിൽ കിടന്ന ആളുകളുടെ ഒരു കണക്കെടുപ്പ് നടത്തി. പക്ഷെ അത് ഒരു ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന നടപടിയും ഉണ്ടായില്ല. രാജ്യം വീണ്ടും അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകളെ ഓർക്കുമ്പോൾ 3 ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അടിയന്തരാവസ്ഥയുടെ ചരിത്രം പാഠ്യവിഷയമാക്കുക. 2, രാജനെ ഉരുട്ടിക്കൊന്ന കക്കയം ഇപ്പം ഇല്ല, മാലൂർക്കുന്നില്ല. ഇത് IG ഓഫീസായി. എല്ലാ ജില്ലയിലും കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടായിരുന്നു. എറണാകുളത്ത് എടപ്പള്ളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഏറ്റെടുത്ത് ചരിത്ര സ്മാരകമാക്കണം എന്ന് പറഞ്ഞു. ലോകത്ത് എവിടെയും ഫാസിസത്തിനെതിരായി സമരം നടത്തിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ സ്മാരകങ്ങളുണ്ട്. 3-മത്തെ കാര്യമാണ് ഈ പറയുന്ന അടിയന്തരാവസ്ഥ പോരാളികളെ രാഷ്ട്രീയ തടവുകാരായിട്ട് അംഗീകരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ അംഗീകരിച്ചതുപോലുള്ള പരിപാടി നടപ്പാക്കണം. 12 സംസ്ഥാനങ്ങൾ അടിയന്തരാവസ്ഥ തടവുകാർക്ക് നിലവിൽ പെൻഷൻ നൽകുന്നുണ്ട്. 24 തൃശൂർ.